നോമ്പിന്റെ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറ്റാനാണെങ്കിലും ഇനി അതല്ല ഈ വേനൽ ചൂടിനെ തോൽപ്പിക്കാനാണെങ്കിലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മൊഹബത്ത് ക സർബത്തിന്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇതെന്റെ സ്വന്തം വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുരുക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പാല് കാച്ചി ചൂടാറി തണുപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് തണുപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ റൂ ഹഫ്സ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ റോസ് സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും ടേസ്റ്റിന് പറ്റിയ ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ കുറച്ചധികം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ച സബ്ജ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാക്കറ്റ് ജെല്ലി മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി ഫ്ലേവറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. റെഡ് കളർ തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ജെല്ലി ഉണ്ടാക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. മധുരമൊക്കെ ഇനിയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഉടൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാം. ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് മാത്രമാണ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൊഹബത്ത് ക സർബത്തോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ റംദാൻ സമയത്ത് ഇഫ്താറിന് വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. നോമ്പിൻ്റെ ദാഹവും ക്ഷീണവും വിശപ്പും എല്ലാം മാറ്റാൻ പറ്റുന്നൊരു കിടിലൻ ഡ്രിങ്കാണ്. അതുപോലെ ചൂടിനെ തോൽപ്പിക്കാനും പറ്റിയൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.